നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയുടെ 2014 ശേഷമുള്ള ചരിത്രം വേറിട്ട ഗുണപരമായ ഒന്നായിരുന്നു എന്നടയാളപ്പെടുത്തുന്ന കാലം അതിവിദൂരമല്ല. നാളതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നാട്ടുനടപ്പുകളിൽ നിന്നെല്ലാം മാറി സഞ്ചരിച്ച് നട്ടെല്ലുയർത്തി നിന്ന് ഇതാണ് ഇന്ത്യൻ രീതി എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു പ്രധാനമന്ത്രി. ആദ്യം രാജ്യം, മറ്റെന്തും പിന്നീട് എന്ന അടിസ്ഥാന തത്വത്തിലൂന്നി ലോകത്തെ മൂന്നാം സാമ്പത്തിക ശക്തി എന്ന സ്ഥാനത്തേക്ക് അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. അതാണ് ഭാരതം ഇന്ന്. സൗഹൃദ രാജ്യങ്ങളിലെ നേതാക്കളുടെ മുഖഭാവത്തിന് അനുസരിച്ചുള്ള വിദേശനയം രൂപപ്പെടുത്തലായിരുന്നു നമ്മുടെ ശീലം. 2014 ശേഷം അത് പഴങ്കഥയായി. രാജ്യ താല്പര്യങ്ങൾക്ക് മുന്തിയ ആദ്യ പരിഗണന എന്നതായി ഈ നയം. ആ നിലപാടിന്റെ ഏറ്റവും ഒടുവിലത്തെ മാരക വേർഷനാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായുള്ള ചങ്ങാത്തത്തിന് ഇന്ത്യ മുതിർന്നത്. പലരും ഞെട്ടി. എങ്ങനെ ഞെട്ടാതിരിക്കും? ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഉപരോധ പട്ടികയിൽ പേരുള്ള ആളായ താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖി നയതന്ത്രതല ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തുന്നു. വ്യാപാര, സാമ്പത്തിക, നയതന്ത്ര ചർച്ചകൾ ലക്ഷ്യമിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ വരവ്. 2021 അഫ്ഗാനിസ്ഥാൻ ഭരണം താലിബാൻ ഏറ്റെടുത്ത ശേഷം ഇത് ആദ്യമായിട്ടാണ് ഒരു താലിബാൻ നേതാവ് ഔദ്യോഗികമായി ഇന്ത്യ സന്ദർശനത്തിന് എത്തുന്നത്. അഫ്ഗാനിസ്ഥാനെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഇടത്താവളമായി ഉപയോഗിച്ചതിന് ഐക്യരാഷ്ട്രസഭയുടെ വിലക്ക് നേരിട്ട മുത്തഖിയുടെ ഇന്ത്യയിലേക്കുള്ള വരവിന് വിവിധ മാനങ്ങളാണ് ഉള്ളത്. അമേരിക്ക നിയന്ത്രിച്ചിരുന്ന ഒരു സർക്കാർ അഫ്ഗാനിസ്ഥാനിൽ നിലവിലുണ്ടായിരുന്ന സമയത്താണ് അവിടെ താലിബാൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നത് എന്നത് മുത്തഖിയുടെ വരവിൽ പ്രകോപിതരായ ആൾക്കാർ സൗകര്യപൂർവ്വം മറക്കുന്നു. എന്നാൽ ആ വിഷയങ്ങളൊന്നും ഇന്നില്ല, എന്നും കാണേണ്ടതുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ നിലയ്ക്ക് നിർത്തുന്ന തിരക്കിലാണ് താലിബാൻ സർക്കാർ ഇന്ന്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പരസ്പര സംബന്ധിയായ രാഷ്ട്രീയവും ഭൂമിശാസ്ത്രപരവുമായ അടുപ്പം പണ്ട് മുതൽക്കുണ്ട്. ഇന്ത്യയിലെ മാറി മാറി വന്ന സർക്കാരുകളെല്ലാം അഫ്ഗാനിസ്ഥാനുമായി മോശമല്ലാത്ത ഒരു ബന്ധമാണ് നാളിതുവരെ നിലനിർത്തി പോന്നിരുന്നതും. ഭീകരവാദ പ്രവർത്തനങ്ങൾ കാരണം അഫ്ഗാനിസ്ഥാനുമായുള്ള പരസ്പര ബന്ധത്തിൽ ഇടക്കാലത്ത് വലിയ ഉലച്ചിലും ഉണ്ടായി എന്നതും സത്യമാണ്. എന്നാൽ മാറിയ പുതിയ ലോകക്രമത്തിനനുസരിച്ച് അഫ്ഗാനിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ കരുതലോടും ദീർഘദൃഷ്ടിയോടും ഉള്ളതാണ്. നിലനിൽപ്പിനായുള്ള വിട്ടുവീഴ്ചകൾക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരും തയ്യാറാണ്. കഴിഞ്ഞ ജനുവരിയിൽ ദുബൈയിൽ വെച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായും മുത്തഖി ചർച്ചകൾ നടത്തിയിരുന്നു. കൂടാതെ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരേ ഒരു രാജ്യമായ റഷ്യയുമായുള്ള ചർച്ചകൾക്കും ശേഷമാണ് അവിടെ നിന്ന് നേരെ ഇന്ത്യയിലേക്കുള്ള മുത്തഖിയുടെ വരവ്. ഇരു രാജ്യങ്ങളിലെയും എംബസികൾ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള താലിബാൻ ഭരണത്തെ അംഗീകരിക്കാനുള്ള ഇന്ത്യയുടെ മനസ്സുകൂടി വെളിപ്പെടുത്തുന്നതാണ് മുത്തഖിയുടെ സന്ദർശനം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ചരിത്രപരമായ പല കാരണങ്ങളാണുള്ളത്. 1893 ബ്രിട്ടീഷ് കാലയളവിൽ തീരുമാനിക്കപ്പെട്ട ഡൂറൻ രേഖ എന്നറിയപ്പെടുന്ന അതിർത്തി സംബന്ധിച്ച വിഷയമാണ് അതിൽ മുഖ്യം. 2021 താലിബാൻ നേതൃത്വത്തിൽ സർക്കാർ രൂപീകൃതമായതോടെ 2600 കിലോമീറ്ററോളമുള്ള അതിർത്തി വിഷയത്തിൽ താലിബാൻ നേതൃത്വം കൂടുതൽ കടുംപിടുത്തത്തിന് മുതിർന്നു. പഷ്തു ഭാഷ സംസാരിക്കുന്ന പത്താൻസ് എന്ന ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായ പഷ്തൂണിത്താൻ പൂർണ്ണമായും വിട്ടുകിട്ടണമെന്ന വളരെ പഴക്കം ചെന്ന ആവശ്യം താലിബാൻ സർക്കാർ മുമ്പത്തേതിലും അധികം കടുപ്പിക്കുകയാണ് ഇപ്പോൾ. US ഭാഷയിൽ പറഞ്ഞാൽ അഫ് പാക് മേഖല സംബന്ധിച്ച വിഷയത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടുതൽ അകലുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 1947 ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ വേർപെട്ടു പോയ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിലാണ് പഷ്തൂണിസ്ഥാൻ. ഇന്ത്യക്ക് പ്രകാരമാണോ പാകിസ്ഥാൻ അധീന കാശ്മീർ, അതുപോലെയാണ് ബ്രിട്ടീഷ് കാലത്ത് നിശ്ചയിച്ച അതിർത്തി പ്രദേശങ്ങൾ താലിബാന്. ആ അതിർത്തിയെ അഫ്ഗാൻ ഒരിക്കലും ശരിയായ അതിർത്തിയായി ഔദ്യോഗികമായി നാളിതുവരെ കണ്ടിട്ടില്ല. വിവാദ അതിർത്തി പ്രദേശത്ത് സ്വാധീനമുറപ്പിക്കാൻ അഫ്ഗാനിസ്ഥാനും അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിൽ വശം കെട്ട പാകിസ്ഥാനും തമ്മിലെ ആക്രമണമാണ് ഇരുഭാഗത്തും ഇപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 9 കാബൂളിലും തെക്കുകിഴക്കൻ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഒക്ടോബർ 11 മുതൽ പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റുകളെ ലാക്കാക്കിയുള്ള അഫ്ഗാൻ ആക്രമണം. മുത്തഖി ഇന്ത്യയിലുള്ളപ്പോഴുള്ള ഈ ആക്രമണം ഇന്ത്യയുടെ കൂടി ചുമലിൽ ചാരാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ചെറുത്തുനിൽപ്പുകളെ മറികടന്ന്
പാകിസ്ഥാൻ ആർമിക്ക് കടന്നു കയറാൻ സാധിക്കാത്ത ബലൂചിസ്ഥാൻ പ്രവിശ്യയിലും കാര്യങ്ങൾ പാകിസ്ഥാന് തെല്ലുപോലും ആശ്വാസം നൽകുന്നതേയല്ല. ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ സ്ഥിതി കൂടുതൽ പരുങ്ങലിലാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം വിശേഷിച്ചും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടുക്കുന്നതിൻ്റെ ചങ്കിടിപ്പ് കൂടുന്നതിന് പിന്നിൽ ഇങ്ങനെ കാരണങ്ങൾ പലതാണ്. ഭാരതവും അഫ്ഗാനിസ്ഥാനും തമ്മിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഏറെയുണ്ട്. എങ്കിലും ഇരു രാജ്യങ്ങളുടെയും നന്മയ്ക്കായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാൽ മടിക്കില്ല എന്ന സന്ദേശമാണ് താലിബാൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന ട്രംപ് സർക്കാർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഈ തീരുമാനം. അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ താൽക്കാലികമായിട്ടെങ്കിലും ഇന്ത്യയെ ബാധിക്കുന്നുണ്ട് എന്നത് നേര്. പക്ഷേ അത് മറികടക്കാനുള്ള കെൽപ്പ് ഇന്ന് ഇന്ത്യക്കുണ്ട്. റഷ്യയുമായും ബ്രിക്സ് രാജ്യങ്ങളുമായും അസ്വാരസ്യങ്ങൾ മറന്ന് ചൈനയുമായും ഇന്ത്യ കൂടുതൽ അടുപ്പം കാട്ടുന്നതും മറ്റൊന്നും കൊണ്ടല്ല. വിദേശ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാതെ സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. രാജ്യ താൽപ്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒരു കരാറും അമേരിക്ക എന്നല്ല ആരുമായും ഒപ്പുവയ്ക്കാനില്ല എന്ന നിലപാടെടുക്കാനുള്ള ധൈര്യം ഇന്ന് ഇന്ത്യക്കുണ്ട്. വലിയേട്ടൻ മനോഭാവത്തോടെ പാകിസ്ഥാൻ മിലിറ്ററി ജനറലിനെയും സിറിയൻ പ്രസിഡന്റിനെയും അത്താഴ വിരുന്നിന് ഒപ്പം കൂട്ടി പരസ്പരം കൈകൊടുത്ത് അമേരിക്കയ്ക്ക് പുണരാമെങ്കിൽ ഇന്ത്യ അതിനുമപ്പുറത്തേക്ക് ചിന്തിക്കാൻ മടിക്കില്ല എന്നും മുത്തക്കിയുടെ വരവേൽപ്പ് പറയാതെ പറയുന്നുണ്ട്. പാകിസ്ഥാൻ ആയുധം നൽകാൻ അമേരിക്കയ്ക്ക് കഴിയുമെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനും ഭാരതത്തിന് മടിക്കേണ്ടതില്ല. അഫ്ഗാനിസ്ഥാനിലുള്ള കനത്ത ധാതു നിക്ഷേപത്തിൽ കൂടി കണ്ണും നട്ടാണല്ലോ അമേരിക്ക അവിടെ അട്ടിപ്പേറി കിടന്നത്. ബലൂചിസ്ഥാനിലുള്ള അമേരിക്കൻ കണ്ണിന് പിന്നിലെ ഒരു ലക്ഷ്യം ഇതും കൂടിയാകണം. ഇതൊക്കെ കൂടി മനസ്സിലാക്കിയുള്ളതാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള നമ്മുടെ പുത്തൻ സൗഹൃദം. ഇത്തരത്തിൽ രാജ്യ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായ നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന 1947 ശേഷമുള്ള ആദ്യ പ്രധാനമന്ത്രിയാണ് മോദി എന്ന് പറയുന്നതിന്റെ ചില കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടി എന്നേ ഉള്ളൂ. ചൈനയുമായുള്ള അക്സായ് ചിൻ തർക്കങ്ങൾ പോലും ഇന്ത്യയുടെ ബോധപൂർവമുള്ള മറവിയാണ്. കച്ചവടത്തിനും രാജ്യസുരക്ഷയ്ക്കും വളർച്ചയ്ക്കും മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യൻ ശ്രദ്ധ കൂടുതൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞാണ് അഫ്ഗാനിസ്ഥാനോട് വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള ഇന്ത്യൻ സമീപനം. അഫ്ഗാനിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം അതിർത്തി രാജ്യം എന്നുള്ള നിലയിൽ സ്വാഭാവികം മാത്രം. ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായ കാര്യങ്ങൾ ഉള്ളപ്പോൾ വിശേഷിച്ചും. ചുരുക്കത്തിൽ അഫ്ഗാനിസ്ഥാനും ഭാരതത്തിനും നേട്ടമുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അഫ്ഗാനിസ്ഥാനുമായി അകലം പാലിച്ചപ്പോഴും അവരുടെ കഷ്ടകാല സമയങ്ങളിൽ ആരോഗ്യ, സാമ്പത്തിക, നിർമ്മാണ മേഖലകളിൽ ഭാരതം അവരെ സഹായിച്ചിരുന്നു. ഭാരതത്തിൻ്റെ മാത്രമായ ഒരു ശൈലിയാണത്. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടാകണം പാകിസ്ഥാനും ബംഗ്ലാദേശുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയോടുള്ള അഫ്ഗാനികളുടെ കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസമുള്ളത്. 2021 ഭരണം പിടിച്ച താലിബാൻ സർക്കാരിന് അവരുടെ നിലനിൽപ്പിനും കലാപത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും അമേരിക്കൻ അധിനിവേശത്തിൻ്റെയും മുറിപ്പാടുകൾ ഉണങ്ങുന്നതിനും ഇന്ത്യയുമായുള്ള അടുപ്പം അവസരം സൃഷ്ടിക്കും. അതിനായുള്ള ചർച്ചകൾക്കും കരാറുകൾക്കുമായിട്ടാണ് അഫ്ഗാൻ മന്ത്രി മുത്തഖി ഇന്ത്യയിലെത്തി വിദേശകാര്യമന്ത്രി ജയശങ്കറെ കണ്ടത്. അതിനിടയിൽ താലിബാനികളുടെ സ്ത്രീവിരോധം നിഴലിച്ചതും ചർച്ചയായി. പഴയ താലിബാൻ സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥർ മുത്തഖിയെ നേരിൽ പോയി കാണാൻ തുനിഞ്ഞതുമില്ല. ഒക്കെ ശരിയാകും എന്ന നിലപാടായിരുന്നു ഇന്ത്യയുടേത്. സംഭവിക്കില്ല എന്ന് പലരും കരുതിയിരുന്ന പലതും സംഭവിച്ച നാളുകളാണ് 2014 ശേഷമുള്ള ഭാരതം. പൗരത്വ നിയമം, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്, മുത്തലാഖ് നിയമം അസ്ഥിരപ്പെടുത്തിയത്, അങ്ങനെ പലതും. ഇനിയും പലതുണ്ട് പക്കൽ. ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നായ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കുക എന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ മാത്രമല്ല, ദേശസ്നേഹികളായ എല്ലാവരുടെയും എക്കാലത്തെയും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. അത് നടക്കില്ല എന്ന് ആര് കണ്ടു? പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കാൻ ആയാലത്തെ സ്ഥിതി ഒന്ന് ഓർത്തു നോക്കൂ. ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾക്കിടയിലും മുത്തഖിയുടെ സന്ദർശനത്തോടെ അഫ്ഗാനിസ്ഥാനുമായുള്ള ഇന്ത്യൻ അടുപ്പം ഒരു ചുവട് കൂടി കടന്ന് ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അടുപ്പിക്കുന്ന സൗഹൃദത്തിന്റെ തുടക്കമായി മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല.